അധികം ആരും അറിയാത്ത മലയാള സിനിമയിലെ രഹസ്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതിലെ ഏതെല്ലാം വിശേഷങ്ങളാണ് നിങ്ങൾക്ക് പുതിയ അറിവായിരുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യ ചിത്രം ഗുരു. 1997 മോഹൻലാൽ നായകനായി എത്തിയ ഗുരു എന്ന ചിത്രത്തിലെ നായകൻ അന്ധനാകുന്നതിന് മുൻപ് ഇലാമ പഴം ഭക്ഷിക്കുന്നുണ്ട്. നാവിൽ വെള്ളമൂറുന്ന തരത്തിൽ ഭക്ഷിക്കുന്ന പഴത്തിൻ്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗം പപ്പായ കൊത്തിയെടുത്ത് ഉണ്ടാക്കിയതാണ്. മണിച്ചിത്രത്താഴ്. നമ്മെ ഇന്നും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി റിപ്പീറ്റ് വാല്യൂ ഉള്ള ചിത്രമാണ് മണിച്ചിത്രത്താഴ്. ഈ ചിത്രത്തിലെ ഒരു കോമഡി രംഗമാണ് കുളിമുറിയിൽ നടക്കുന്ന മോഹൻലാലും KPSC ലളിതയും തമ്മിലുള്ള സംഭാഷണം. എന്നാൽ യഥാർത്ഥത്തിൽ ഈ രംഗം ഷൂട്ട് ചെയ്യുമ്പോൾ KPSC ലളിത ഷൂട്ടിനില്ലായിരുന്നു. പിന്നീട് ഡബ്ബിംഗ് ഒന്നുകൊണ്ട് മാത്രമാണ് ആ രംഗങ്ങളിൽ KPSC ലളിതയുടെ സാന്നിധ്യം നാം അറിയുന്നത്. ജല്ലിക്കെട്ട്. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ജല്ലിക്കെട്ട് എന്ന ചിത്രത്തിൽ കാള ഒരു വലിയ കിണറ്റിൽ വീഴുന്നതായി കാണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് നിലത്ത് കുഴിച്ച കുഴിയല്ല, മറിച്ച് ഭൂമിക്ക് മുകളിൽ നിർമ്മിച്ച 25 അടി ഉയരമുള്ള സെറ്റായിരുന്നു. രാജാവിൻ്റെ മകൻ. എക്കാലത്തെയും മെഗാ ഹിറ്റായ മോഹൻലാലിൻ്റെ രാജാവിൻ്റെ മകൻ എന്ന ചിത്രത്തിലെ വിൻസെൻ്റ് ഗോമസ് എന്ന മോഹൻലാൽ കഥാപാത്രം യഥാർത്ഥത്തിൽ മമ്മൂട്ടിക്ക് വേണ്ടി തയ്യാറാക്കിയതായിരുന്നു. എഴുത്തുകാരൻ ഡെന്നിസ് ജോസഫ്. ഡയറക്ടർ തമ്പി കണ്ണന്താനവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് മമ്മൂട്ടി ആവേശം ഉപേക്ഷിക്കുകയായിരുന്നു. My phone number is 2255. ടേക്ക് ഓഫ്. കുഞ്ചാക്കോ ബോബൻ, പാർവതി എന്നിവർ അഭിനയിച്ച ടേക്ക് ഓഫ് എന്ന ചിത്രം ഇന്ത്യ ഒഴികെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും കടുത്ത സെൻസർഷിപ്പ് നേരിടേണ്ടി വന്നു. പ്രദർശനത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കുവൈത്തിൽ ചിത്രം നിരോധിച്ചു. സിനിമയുടെ ഏകദേശം 10 മിനിറ്റ് UAE-യിൽ സെൻസർ ചെയ്തു. UK ഷോകൾക്കായി IS പതാകയെ ബ്ലർ ചെയ്യിപ്പിച്ചാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. കിരീടം. മോഹൻലാലിൻ്റെ എക്കാലത്തെയും ക്ലാസിക് ചിത്രം കിരീടത്തിൻ്റെ ആദ്യ പേര് ഗുണ്ട എന്നായിരുന്നു. തുടർന്ന് മുൾക്കിരീടം എന്ന് പുനർനാമകരണം ചെയ്തു. അത് പിന്നീട് കിരീടം എന്ന് മാത്രമാക്കി. കിരീടം എന്ന പേരിട്ട് ലോഹിതദാസ് മുൻപ് തയ്യാറാക്കിയ ഒരു തിരക്കഥയുണ്ടായിരുന്നു. പിന്നീട് IV ശശി ആ തിരക്കഥ മുക്തി എന്ന പേരിൽ സിനിമയാക്കി. നിർമാല്യം. നിർമാല്യം എന്ന സിനിമയുടെ ഞെട്ടിപ്പിക്കുന്ന ക്ലൈമാക്സ് രംഗം ചിത്രീകരിച്ചത് എടപ്പാളിലെ ഒരു യഥാർത്ഥ ക്ഷേത്രത്തിനുള്ളിലാണ്. അവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. എന്നാൽ ഹിന്ദുവല്ലാത്ത നടൻ PJ ആൻ്റണി ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്ന രംഗങ്ങളുണ്ട്. ഇതിനായി വെളിച്ചപ്പാടിൻ്റെ ക്യാരക്ടറിലുള്ള PJ ആൻ്റണിയുടെ അതേ വേഷം ധരിപ്പിച്ച ഒരു ബോഡി ഡബിളിനെ വെച്ചാണ് ക്ഷേത്രത്തിൻ്റെ മുൻവാതിലിലൂടെ പ്രവേശിക്കുന്ന രംഗങ്ങൾ ഷൂട്ട് ചെയ്തത്. ചിത്രത്തിൽ കഥാപാത്രം ദേവന്റെ വിഗ്രഹത്തിൽ തുപ്പുന്ന രംഗമുണ്ട്. അത് സിനിമ സെറ്റിട്ടാണ് നിർമ്മിച്ചത്. കിലുക്കം. കിലുക്കം എന്ന പ്രിയദർശൻ ചിത്രത്തിലെ രേവതി അനശ്വരമാക്കിയ നന്ദിനി എന്ന കഥാപാത്രം യഥാർത്ഥത്തിൽ നടി അമലയാണ് അഭിനയിക്കേണ്ടിയിരുന്നത്. എന്നാൽ മറ്റ് സിനിമാ തിരക്കുകൾ കാരണം ഡേറ്റില്ലാത്തതിനാൽ ആ അവസരം രേവതിക്ക് ലഭിക്കുകയായിരുന്നു. Hello, madam. Welcome to Ooty. Nice to meet you. എന്റെ മേത്ത് തുടരുത് കൊരങ്ങൻ. എന്തോന്നടേ ഇത്? ഇതിന് വട്ടുണ്ടോ? ചെമ്മീൻ. 1965 ദേശീയ അവാർഡ് നേടിയ രാമു കാര്യാട്ട് ചിത്രമായ ചെമ്മീനിൽ കറുത്തമ്മയുടെയും പരീക്കുട്ടിയുടെയും ബാല്യകാല രംഗങ്ങളും ചിത്രീകരിച്ചിരുന്നു. പിന്നീട് ഇത് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞതാണ്. വള്ളത്തിലെ മീനെല്ലാം എനിക്കല്ലേ? മനു അങ്കിൾ. 1988 മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ മമ്മൂട്ടി ചിത്രം മനു അങ്കിൾ കുട്ടികളുടെ സാഹസിക നോവലായ ഫേമസ് 5 ആൻഡ് സീക്രട്ട് 7 എന്ന നോവലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ്. എന്റെ മരുമക്കളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കാണും. ഞങ്ങൾ പഴയ ഫ്രണ്ട്സാ.
നാളെ നമ്മുടെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടില്ല അല്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലെ ഈ രസകരമായ രഹസ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടനെ എത്താം. അതുവരേക്കും ബൈ.